70-80 എന്നാ വേണ്ട, ഇന്നും ലോകത്തെ മൊത്തം നൃത്തം ജയിച്ച ആ ശബ്ദം ബോണിയം. പക്ഷേ ഈ ബോണിയം ഗ്രൂപ്പിന്റെ കഥ തുടങ്ങുന്നത് ഒരു കള്ളത്തരത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. 1974 ജർമ്മൻ പ്രൊഡ്യൂസറായ ഫ്രാങ്ക് ഫാരൻ ഒരു പാട്ട് പുറത്തിറക്കി. ആ പാട്ടിന്റെ പേരാണ് ബേബി യു വാണ പമ്പ്. പക്ഷേ ഈ ഒരു പാട്ട് പുള്ളിക്കാൻ റിലീസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാട്ടിലെ മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും പാടിയത് ഇദ്ദേഹം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബോണിയം എന്നൊരു വ്യാജ പേരിൽ ഈ ഒരു പാട്ട് പുറത്തിറക്കി. പക്ഷേ ഈ ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് ആയതോടെ ഗായകനെ തേടി ആളുകൾ എത്തി തുടങ്ങി. അവിടെ നിന്നാണ് ഈ ബോണിയമ്മിന്റെ ഒരു യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത്. ഫ്രാങ്ക് ഫാരൻ എന്ന മാന്ത്രികൻ തിരഞ്ഞെടുത്ത 4 പേർ: ബോബി ഫാരൻ, ലിസി മിച്ചൽ, മാസിയ ബാരറ്റ് ആൻഡ് മേഴ്സി വില്യംസ്. സ്റ്റേജിൽ അവർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അവിടെയാണ് സംഗീത ലോകത്തെ ഞെട്ടിച്ച ആ വലിയ രഹസ്യം ഒളിച്ചിരുന്നത്. നമ്മൾ സ്റ്റേജിൽ കണ്ടിരുന്ന ബോബി ഫാരലിന്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല. അത് പ്രൊഡ്യൂസർ ഫ്രാങ്ക് ഫാരിയൻ തന്റെ സ്റ്റുഡിയോയിൽ പാടി റെക്കോർഡ് ചെയ്തതായിരുന്നു. എങ്കിലും ലിസി മിച്ചാലിന്റെ മാസ്മരികമായ ആ ആലാപനവും ബോബി ഫാരലിന്റെ പകരം വയ്ക്കാനാവാത്ത ആ ഡാൻസും ചേർന്നപ്പോൾ ബോണിയം ലോകത്തിന്റെ നെറുകയിലെത്തി. ശബ്ദം ആരുടേതായാലും ആ എനർജി ഇന്നും നമ്മൾ ആവേശഭരിതരാക്കുന്നു. ബോണിയമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അവരുടെ മരണത്തിലായിരുന്നു. ആരെയും വെറുപ്പിച്ച റാസ്പുട്ടിനെ കുറിച്ച് പാടിയ ബോബി ഫാരൽ അന്തരിച്ച അതേ റാസ്പുട്ടിൻ കൊല്ലപ്പെട്ട മണ്ണിൽ അതേ ഡേറ്റും എന്നതാണ് ഇന്നും ഒരു അത്ഭുതകരമായി അവശേഷിക്കുന്നത്. 2024 ഈ ഗ്രൂപ്പ് ശില്പി ഫ്രാങ്ക് ഫാരിയനും വിടവാങ്ങിയതോടെ ഒരു വലിയ സംഗീത യുഗത്തിന് തിരശ്ശീല വീണു. അപ്പോൾ എൻ്റെ കളക്ഷനിൽ ഏറ്റവും കൂടുതലുള്ളത് ബോണിയമ്മിൻ്റെ ആൽബംസ് ആണ്. ഈ ഒരു ആൽബം ഇറങ്ങിയ കാലം എന്ന് പറഞ്ഞാൽ 1976 to 1985 8 ആൽബംസാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ആൽബമാണ് ടേക്ക് ദ ഹീറ്റ് ഓഫ് മീ എന്നുള്ള ആൽബം. ഇതിലാണ് ഡാഡി കൂൾ എന്നുള്ള പാട്ടൊക്കെ ഉള്ളത്. പിന്നെ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ലവ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ ആൽബമാണ്. മൈ ബേക്കർ എന്നൊക്കെ പാട്ടുള്ളത് ഈ ഒരു ഓഡിയോ കാസറ്റിലാണ്. അത് ഈ ഒരു ആൽബത്തിലാണ് 1977 ഇത് ഇറങ്ങിയത്. പിന്നെ 78 ഇറങ്ങിയ നൈറ്റ് ഫ്ലൈറ്റ് ടു വീനസ് എന്ന് പറഞ്ഞ ആൽബം. ഇതിലാണ് ബ്രൗൺ ഗേൾ ഇൻ ദ റിംഗ് എന്ന പാട്ടൊക്കെ ഉള്ള സാധനം. പിന്നെ ഇറങ്ങിയത് 79 ഓഷ്യൻ ഓഫ് ഫാൻറ്റസി. ഇതാണ് ഇറങ്ങിയത്, ഓഷ്യൻ ഓഫ് ഫാൻറ്റസി. പിന്നെ 81 ഇവർക്ക് 2 ആൽബം ഇറങ്ങിയത്. ആദ്യത്തെ ആൽബം എന്ന് പറഞ്ഞാൽ ബൂനു നൂസ് എന്നാണ് പേര്. അതായത് ഒരു ജമൈക്കൻ വാക്കാണ്, ഹാപ്പി എന്നാണ് അർത്ഥം. പിന്നെ 81 ക്രിസ്മസ് ആൽബം ഇറങ്ങിയാണ് ബോണിയമ്മിൻ്റെ. കാരണം ഇന്നും ക്രിസ്മസിന് നമ്മൾ വെക്കാൻ മറക്കാത്തൊരു പാട്ടാണ് ഇതിലുള്ള പാട്ടുകൾ. പിന്നെയെന്ന് പറഞ്ഞാൽ 84 10,000 ലൈറ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞ ആൽബം ബോണിയം ഇറക്കിയത്. പിന്നെ 85 ഐ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു ആൽബം ഇറക്കിയത്. ആ കോമൺ ഒരു സാധനമാണ് ബോണിയമ്മിൻ്റെ ഗോൾഡ്. കാരണം ഇതിലെല്ലാം അവരുടെ ഹിറ്റ് പാട്ടുകളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ബോണിയമ്മിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് ഞാൻ ഇനിയും വരാം. ബൈ.